അവൻ പറഞ്ഞെന്നറിയോ, ഞാൻ ഈ ചെളിയിൽ കേട്ടു എന്നാണ് പറഞ്ഞത്. ആ കണ്ട പടാപട പറഞ്ഞ ഹായ്, മുസാഫിറാണ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നുള്ളത് നമ്മുടെ പൂനെയിൽ നിന്നും ലോണവാല അല്ലേ, ലോണവാല പോകുന്ന വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ റൈഡിൻ്റെ, അതായത് കേരള ടു ലഡാക്കിൻ്റെ 5ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ പൂനെയിലാണ് ഞങ്ങളുടെ സ്റ്റേ ഉണ്ടായത്, പൂനെയിലാണ്. അപ്പോൾ പൂനെയിൽ നിന്നും ഞങ്ങൾ ഇന്ന് ലോണവാല വഴി മുംബൈ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ഇന്നലത്തെ ഞങ്ങളുടെ റൂം ഇതായിരുന്നു. പൂനെ ടൗണിലാണ്, നല്ല ബ്ലോക്കാണ്. എല്ലാ ടൗണിൻ്റെ അവസ്ഥ തന്നെയാണ്, പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ്. ഏകദേശം നമ്മുടെ ബാംഗ്ലൂരിനൊക്കെ പോലെയാണ് നമ്മുടെ പൂനെ. മെട്രോ സിറ്റിയാണ്, അത് തന്നെ പറയേണ്ടതില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ബ്രഞ്ചും ഒക്കെ ഇവിടുന്നായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഹോട്ടലിൻ്റെ കാമത്ത് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ലോണവാല പിടിക്കാം. നാൾ കഴിഞ്ഞല്ല, ഗുളികത്തിന് കൊണ്ടുപോയിരുന്നു. നല്ല പൂത്തുണ്ട് ഇവിടെ. സിഗ്നൽ 43. നിവാസായോ? ഓ, പെട്ട് ഞങ്ങൾ 2 ആൾ ബാക്കി. ഓക്കെ, വന്ന് അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു, എല്ലാരും പോകുന്നുണ്ട്, അങ്ങനെ ഞങ്ങളും പോയി. അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലുള്ള ഒരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോണവാല പോകുന്ന വഴിക്ക് 2 വഴി ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്തു. അത്യാവശ്യം ഗ്രാമകാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റിയ റൂട്ടാണിത്. അവിടെ ചോള കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. നമ്പർ പ്ലേറ്റ് ഒന്നും ആവശ്യമില്ലതാ. ഇവിടെ ഒന്നും പോലീസൊന്നും ഒരു സീനില്ല കേട്ടോ, തീരെ മൈൻഡ് ചെയ്യുന്നില്ല ഒന്നിനും. എന്താ പറയാ, ട്രാഫിക്കോ അതോ ഇതോ ഒരു കുഴപ്പമില്ല ഒന്നിനും. ഏതായാലും മഹാരാഷ്ട്രയുടെ ഗ്രാമീണ കാഴ്ചകൾ വളരെ മനോഹരമാണ്. പഴയ ആൾക്കാർ ഏതോ ഒരു പഴയ ലോകത്തേക്ക് എത്തിയ പോലെ കുടിലുകളാണ് കൂടുതലും. റോഡ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റോഡാണ്. എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ആട് ഇന്ന് ഫുള്ള് ആടും പോത്തും ഒക്കെ ആണല്ലോ. ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യൂ മാത്രല്ല, ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങള് 4 ബൈക്ക്, 4 ഹിമാലയനാണ്, എല്ലാവരും ഫുൾ കിറ്റിലാണ്. അത് ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. കാരണം എല്ലാവരും ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നതും അതുപോലെ തന്നെ ഞങ്ങളെ വീഡിയോ എടുക്കുന്നതും തംസപ്പ് വരുന്നതൊക്കെ ഒരു എന്താ പറയാ, ഒരു വൈബാണ് കേട്ടോ ഇവിടെ. എന്താടാ, ഇവിടെ ഒരു പവന ബോട്ടിംഗ് ഉണ്ട്. ഇതാണ് ബോട്ടിംഗ്. ഇവിടെ ടെൻ്റൊക്കെ ഉണ്ട്, ടെൻ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ.
ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ എന്താ പറയുക ഒരു ലൊക്കേഷനാണ്. ഇവിടെ കോട്ടേജസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കോട്ടേജസും ടെൻറ്റ് സ്റ്റേയും ഒക്കെ ഉണ്ട് ഇവിടെ. പൊളിയാണ്. അവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണല്ലോ. ഇവിടെ ഒരു നല്ല ലൊക്കേഷൻ ഉണ്ട് ഇരിക്കാനും കഥ പറയാനൊക്കെ. ഇവിടുത്തെ കുറച്ച് ലോക്കൽസ് ഉണ്ട്. അവർ താഴെ ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറക്കാണ് വണ്ടി. ഇതാ നമ്മളതിലുള്ള ഒരു ഓഫ് റോഡ് ഭ്രാന്തൻ്റെ അവസ്ഥയാണ് കേട്ടോ. ചങ്ങായി സ്റ്റെക്കായി. എന്നും ഓഫ് റോഡ് കയറ്റുന്ന പോലെ അല്ല ഫുള്ള് ലഗേജിൽ വണ്ടി കയറ്റുന്നുള്ളത് ചങ്ങായിക്ക് മനസ്സിലായിട്ടാ. അപ്പോൾ ചങ്ങായി പഠിക്കട്ടെ. പൊയ്ക്കോ, എടുത്തു പോ. നിങ്ങൾ ഇന്റർകോമില് രണ്ടുപേരും ഒന്നിച്ച് വരുമ്പോ സംസാരിക്കുന്നുണ്ട് ഓൾറെഡി. ഓക്കെ, അവൻ പറഞ്ഞെന്തറിയോ, ഞാൻ ഈ ചെളിയിൽ കേട്ടു എന്നാണ് പറഞ്ഞത്. അഹങ്കാരം കൂടുതലാണ്. അവസാനം കയറ്റി ഗൈസ്, ചങ്ങായി കയറ്റി. അഹങ്കാരം ഒരു ചങ്ങായി ഇതിൽ തന്നെ ഇറക്കിയാറുണ്ട്. വെള്ളത്തിന്റെ അടുത്ത് കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. വെള്ളത്തിൽ പോയിട്ട് ഞാൻ കഴുകും വണ്ടീനെ വരും എന്നാ പറഞ്ഞത്. അവസാനം ചങ്ങായി പോയി വന്നു. ഇതിനപ്പുറം ചാടിക്കടന്നവനാടാ ഈ KK ജോസഫ്. ഗായ്സ്, നമ്മള് ഇത് ഏതാ പവന ലേക്ക് അല്ലേ? പവന ലേക്കിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒന്ന് ചെറുതായിട്ട് നടന്നിട്ട് തരാം. അങ്ങനെ പേടിയൊന്നുമില്ല മോനെ, നമ്മൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡേഞ്ചർ ഉമ്മച്ചെല്ലിന് വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയില്ല അല്ലേ? മോനെ, അടി തെറ്റിയാൽ ആനയും വീഴും, വിക്രവും പോവും, മുസാഫിറും പോവും. പേടിയാണ് ഇവന്, പേടി തൂരിയാണ് അവന്, പേടി തൂരിയാണ്. പേടിയൊന്നല്ലടാ, പേടിയൊന്നല്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ നാട്ടിലാണെങ്കിലും കുഴപ്പമില്ല. ഇത് വേറെ അന്യ നാട്ടിൽ അതിന് വെറുതെ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ്. പക്ഷെ 3 ദിവസം പോയിട്ടുള്ളൂ ടീഷർട്ട് കിട്ടുന്ന വരെ. 3 മാസം നമ്മള് മറ്റേ കരാട്ട അച്ഛനും സാറിന്റെ ശിഷ്യനാന്ന് പോനെ. ഇതാണ് ഇവിടുത്തെ വ്യൂ. മറ്റേ ഇറങ്ങുമ്പോ നേരെ ഇറങ്ങിയാ അല്ല ഇവിടെ വന്നിട്ട് കാണാനുള്ളത് സ്കൈ ആട്ടോ. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്കൈ ആയിരുന്നു. ലഡാക്കിലേക്ക് എത്തിയോ? ലഡാക്കിലേക്ക് എത്തിയോ? ഇതാണോ ലഡാക്ക്? ഇതാണോ? ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബോട്ടിങ് അത്യാവശ്യം നല്ല അടിപൊളിയാണ്. ബാക്ക് സൈഡ് കാണുന്നതാണ് ബോട്ടിങ്. ഇതൊക്കെ ഇവിടുത്തെ ഈ ഒരു സ്കൈ ആണ് അടിപൊളി. പിന്നെ അത് ആ കാണുന്നൊരു മലയുണ്ട്, മല അടിപൊളി സാധനം. മലയാണ് അവിടെ ഒരാൾ ഒരു ടീം ബോട്ടിങ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങും. ഓക്കെ, കയറി പോകുന്ന ഈ ഒരു റൂട്ട് നിങ്ങൾ കണ്ടോളി. ഈ റൂട്ട് ഒന്ന് കണ്ടോക്ക്. ഈ റൂട്ട് നമുക്ക് ലോങ് ഒന്ന് കാണുന്നുണ്ട്. നല്ല അട്രാക്റ്റീവ് ആണ്. കാരണം ഇവിടെ കോട്ടേജ് ഉണ്ട്, ഡിഫറെന്റ് കളറുള്ള കോട്ടേജ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇത് കാരണം ഇവിടെ നല്ല ഹൈലൈറ്റ് ആയിട്ട് ഈ റൂട്ട് കാണുന്നുണ്ട് ഏറ്റവും ലോങ് എന്ന്.
ഇതൊരു എന്താ പറയുക, ഒരു ഹൈ ലെവലിലുള്ള ഒരു ലൊക്കേഷനാണ്. ഇവിടെ കുറേ കോട്ടേജ്, ടെന്റ് സ്റ്റേ അങ്ങനെയൊക്കെ ഉണ്ട്. തന്നെ ഒരു ക്ലിയർ, ഒരു എന്താ പറയുക, ഒരു ക്ലിയർ സ്കൈ ആണ് ഇവിടെയൊക്കെ. ലഡാക്ക് നമ്മൾ നേരത്തെ എത്തിയോ എന്നൊരു തോന്നല്. ലഡാക്കിന്റെ ഹൈലൈറ്റ് അത് തന്നെയാണല്ലോ, ക്ലിയർ സ്കൈ. ടിക്കോണ ഫോർട്ടിലേക്കാണ്, അതായത് പവന ലേക്ക് കഴിഞ്ഞിട്ട് നമ്മ ലോണാവാല പോകുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് കയറണം. അവിടുന്ന് കയറിയാൽ കിട്ടുന്ന ഫോർട്ടാണ് ടിക്കോണ ഫോർട്ട്. ഇവിടുന്ന് നമുക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ശരിക്കും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അതിൻ്റെ കാഴ്ചകൾ. ആ, റായ്ഗഡിന്റെ അത്ര ഒന്നും വരൂല. അതാണ് ഇത് ഫോർട്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കുറച്ച് ട്രക്ക് ചെയ്ത് പോകണം അവിടേക്ക്. നമുക്ക് വേറൊരു ഫോർട്ടിലേക്ക് കയറാനുണ്ട്. അപ്പോൾ താഴെ നിന്നുള്ള വ്യൂ ഇതാണ് ഇതിൻ്റെ. ഏകദേശം 1 മണിക്കൂർ ട്രക്ക് ചെയ്യണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ കയറിയാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മിസ്സാകും. നമ്മൾ നേരത്തെ കയറിയ റോഡ് ഇറങ്ങാണ്. ഇപ്പോഴാണ് ഇതിന്റെ വ്യൂ കിട്ടുക. അതാണ്, ആ കാണുന്നതാണ് പവന ലേക്ക്. പവന ലേക്കിന്റെ നല്ലൊരു വ്യൂ ഇവിടെ ഉണ്ട്. ബോട്ടിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഗൈഡ് करता हूँ. अच्छा, ഗൈഡാണ് ഇവിടുത്തെ. कितना में? नाम क्या है? नाम क्या है? करण. ഇന്ന് എൻ്റെ തടിയൊക്കെ കുറയും. ഇന്നല്ല, ഈ ട്രിപ്പോട് കൂടി എൻ്റെ തടിയൊക്കെ കുറയും. നമ്മളിപ്പോൾ ലോഹാഗഡ് ഫോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്റ്റെപ്പ് കയറാണ്ട് ഇപ്പം തന്നെ മുക്കിലേക്ക് എത്തി. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം 3:30 മണിയായി. 5 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. കുറച്ച് കയറാനുണ്ട്. മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ വെള്ളമൊഴുകി വരുന്നത് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഇപ്പം മഴ ഒന്നുമില്ല. നമ്മളെ ഗൈഡ് പറഞ്ഞു തരും യൂണിവേഴ്സിറ്റി. ആടാ വാ. ആ बोलो. जो होल दिख रहा है ना, वो छोटा छोटा, हाँ. तो जब जो मुगल चढ़ते थे ना, जब मतलब अंग्रेज जो चढ़ते थे ना, हाँ. तो उसके लिए वो बनाया गया है ना, जो गरम तेल होता था ना, उनके आंख पे डालने के लिए बनाया गया है. और जो वो स्कैनर्स के लिए, जो स्कैनर्स होते हैं ना, वो गणेश गेट के उधर है. चलो എന്തെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് കിട്ടി. ഏതായാലും ഞങ്ങൾക്ക് കിട്ടിയില്ല. കുറച്ച് ആ കുറച്ച് ये स्कैनर्स के लिए, जो स्कैनर्स है ना, गणेश गेट, इसको लोहागढ़ क्यों बोला जाता है? क्योंकि इसको पहले लोहा करके एक नाम रखा गया था, इसलिए अभी इसका नाम लोहागढ़ रखा गया है. ഓക്കെ. चलो मैं आपको हिस्ट्री आगे बताता हूँ. ഇതോടുകൂടി ഞങ്ങളുടെ നാടകം അവസാനിച്ചിരിക്കുന്നു ഗൈസ്. കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് കയറി. ഇനിയും കയറാനത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാണും. ഇനിയും ടോപ്പിലേക്ക് കയറാനത്. പക്ഷെ ഇവിടുത്തെ വ്യൂ കൊള്ളാം, രസമാണ്. ഇതാണ് വ്യൂ.
മഴ പെയ്ത് കുട്ടേട്ടാ. ആ താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇപ്പൊ ഇവിടെ എത്തി. ഇനിയൊരു സ്റ്റെപ്പും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ മേലെ എത്തി. ഇവിടെ ഇവര് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്ക്. ഏതായാലും ബ്ലോഗിൽ കുറച്ച് മലയാളികളാണ്. നമുക്ക് കുറച്ച് മലയാളികളെ കിട്ടി. മലപ്പുറത്ത് നിന്നുള്ള ആൾക്കാരാണ്. നമ്മള് ഇതിന്റെ ഈ ഫോർട്ടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മീനുണ്ടോ? അതായത് ഇതിന്റെ മുകളില് ഇതിനുള്ള വെള്ളം വേണ്ടേ? ഇതിപ്പോ കോട്ട എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഇവിടെ സമയത്താണ് കോട്ട വാട്ടർ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് അത്. അതെ അതെ അതെ. നല്ല വ്യൂ ആണ് കേട്ടോ. സെറ്റ് വ്യൂ ആണ്. അല്ല, നീ നിൽക്കുന്ന ഇവിടെ നിന്നോ. ഇതാണ് ഡാം, മുല്ലപ്പെരിയാർ ഡാം. ഇതാണ് മുല്ലപ്പെരിയാറിന്റെ നിലവിലുള്ള അവസ്ഥ. ഘട്ടിൻ്റെ പിന്നെ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഇവിടെ 5 മണിക്ക് ക്ലോസ് ചെയ്യും. ഇപ്പോൾ സമയം 4:30 ആയതുള്ളൂ. പക്ഷെ അവിടേക്ക് ഇപ്പോൾ കടത്തി വിടുന്നില്ല. അവിടെ നിന്ന് എല്ലാവരെയും ഇങ്ങോട്ട് തിരിച്ചയക്കാണ്. പക്ഷേ വല്ലാത്തൊരു വ്യൂ, എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ആ കാണുന്നുള്ളത്. അതിലൂടെ നടന്നു പോകുന്ന ഒരു ഷോട്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ വീഡിയോ ഒക്കെ ക്ലിക്ക് ചെയ്യാൻ അത്രയ്ക്കും രസമുള്ള എന്താ പറയുക ഇത് വ്യൂ ആണ്. അതിലേക്ക് പോകുന്ന വഴി, അതിൻ്റെ ആ ഒരു എൻഡ്, എന്താ പറയുക, ഒരു രക്ഷയില്ല. അത്രയ്ക്കും രസമുള്ള പ്ലേസാണിത്. നമുക്ക് കുറച്ച് മലയാളികളെ കിട്ടി ഗൈസ്. കണ്ണൂരിലുള്ള ടീമാണ്. അപ്പോൾ നമ്മള് ലോണവാല കയറി. വെൽക്കം ടു ലോണവാല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അവിടെ കണ്ടു. ആ എൻട്രൻസ് തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആണ്. ലോണവാലയിൽ നിന്നും ഇവിടെ ഒരു ടൈഗർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം അതിൻ്റെ ഒരു 6 കിലോമീറ്റർ ഉണ്ടാകും. Wow! Super, super! ഇവിടെ മൊത്തം കോടയാണ്, മൊത്തം കോട. ശരിക്കും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വേണ്ടി മാത്രം വരണം. അതൊരു രസമാണ്. ഇടുക്കി, മൂന്നാർ എന്നൊക്കെ പറയും പോലെ ഒന്ന് മഹാരാഷ്ട്ര എക്സ്പ്ലോർ ചെയ്യണം. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഒന്നാണ്. എന്റെ മോനെ, നമുക്ക് നേരത്തെ ഇങ്ങോട്ട് വരായിരുന്നു. പക്ഷെ നേരത്തെ വന്നാലേ നമുക്ക് ഈ കോളൊന്നും കിട്ടുമെന്ന് അറിയില്ല.